നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മണിച്ച മണിച്ചനിങ്ങനെ കാട്ടിലൂടെ നടക്കുമ്പോ പേടി തോന്നുന്നുണ്ടോ ഇപ്പോ? എവിടുന്ന്? എന്റെ മേഘനാഥ സാറ് തറ എന്ന് പറഞ്ഞ് പഠിക്കുന്നതിന് മുമ്പ് ആസാമിലെയും പഞ്ചാബിലെയും വനാന്തരങ്ങളിൽ കയറി യുദ്ധം ചെയ്തവനാണ് ഈ മണിവർണ്ണം പിള്ള. അങ്ങനെയുള്ള എന്നോടാണ് ഇത്തിരിപ്പൂരുള്ള ഈ മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ പേടിയുണ്ടോന്ന് ചോദിക്കണത്. കഷ്ടം തന്നെ സാറേ, കഷ്ടം തന്നെ. അല്ല, മുമ്പ് ഭാസിക്ക് വലിയ പേടിയായിരുന്നു ഇതിലേ വരാൻ, അതുകൊണ്ട് ചോദിച്ചത്. അയ്യയ്യ, ഭാസി എന്തോന്ന് ഭാസി? അവ എന്റെ അനിയനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണ്. എന്റെ മണമോ ഗുണമോ ഒന്നും കിട്ടാത്ത ഒരു നിഷ്കുണ പരബ്രഹ്മോ അല്ലേ അവൻ. അല്ല സാറേ, ഇത്രയും വലിയ ഫോട്ടോ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോ വേറെന്തിനോ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മളെന്തിനാ വനത്തിൽ ഈ ഫോട്ടോയും പിടിച്ച് ഇങ്ങനെ നടക്കുന്നത്? ഉച്ചാടനം നടത്താൻ തൃപ്പങ്ങോട്ട് സുഭദ്രയുടെ പ്രേതാത്മാവിനെ പിടിച്ചു കെട്ടി നിർവീര്യമാക്കാൻ. പ്രേതാത്മാവ്? അതെ, ഈ സ്ഥലത്തിനെ കാണിക്കാര് പ്രേതവനെന്നാ വിളിക്കുന്നത്. ഇവിടെ ചുറ്റിനും നോക്കിയാ മതി, 14 ഗർഭിണികൾ ആത്മഹത്യ ചെയ്ത സ്ഥലമായത്. അവരെയൊക്കെ ഇവിടെ നേരി കാണാൻ പറ്റും. എന്താ മണിച്ച? മണിവർണ്ണൻ പിള്ള ഏത് വനവനാന്തരങ്ങളിലാണ് യുദ്ധം ചെയ്തതെന്ന് പറഞ്ഞു? അത് പിന്നെ മേജർ ലക്ഷ്മികാന്ത് പ്യാരിലാലിന്റെ കൂടെ അടുക്കളയിൽ ജോലി ചെയ്യുകയും തുണി അലക്കുകയൊക്കെ ചെയ്യുമ്പോ അല്ലേ? അങ്ങനെയൊന്നുമല്ല. എനിക്ക് പട്ടാളത്തിൽ ക്വസ്റ്റ്യൻ പണിയാണെന്ന് ഈ ആളുകൾ അസൂയോട്ട് പറയുന്നത്. ഓ അല്ല സാറേ, ഇനി ഒരുപാട് ദൂരം പോവാണ്ട. ആ പോണം. മണിച്ചന് കാട്ടിലൂടെ നടക്കാൻ പ്രയാസമാണെങ്കിൽ ഇവിടെ ഇരുന്നാ മതി, ഞങ്ങള് പോയിട്ട് വരാം. ഞാൻ വരാം, നീ ഇங்கே ഇരുന്നാ. അങ്ങനെ നിങ്ങളെ ഒറ്റയ്ക്ക് കാട്ടി വിട്ടിട്ട് ഇവിടെ ഇരിക്കാൻ ഞാൻ മര്യാദ ഇല്ലാത്തതൊന്നും അല്ല. സാറ് ധൈര്യമായിട്ട് നടന്നു, ഞാൻ പറയുകൊണ്ട് ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.